അപ്പോൾ നമ്മൾ കയ്യിലോട്ടാണെങ്കിൽ ബംഗനാപ്പള്ളിയുടെ ആണെങ്കിൽ മാംഗോയുടെ ആണെന്നുണ്ടെങ്കിൽ ചെടിയാണെങ്കിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 250 രൂപയാണ്. അതും പൂത്ത് നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ 250 രൂപയ്ക്കാണ് ഇവരാണെങ്കിൽ കൊടുക്കുന്നത്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും പോകുന്ന പ്ലാന്റുകളാണെന്നുണ്ടെങ്കിൽ 200 റുപ്പീസിനാണ് നമുക്ക് ഇവിടെ നിന്നാണെങ്കിൽ കിട്ടുക. അപ്പോൾ നമുക്ക് എളുപ്പമല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പാണെങ്കിലുണ്ട്, കടവണ്ണൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് കിങ് കോങ് ചാമ്പിയാണ്. അപ്പോൾ ഇവിടേക്കാണെങ്കിലും ഒരുപാട് ഉണ്ടായിട്ടാണെങ്കിലും നിൽക്കുന്നുണ്ട്, പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം പഴുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാണ് ഈ ഒരു ചാമ്പിയാണെങ്കിൽ. അബിയൂൻ്റെ ആണെങ്കിൽ പ്ലാന്റുകളാണെങ്കിൽ ഇരിക്കുന്നതാണെങ്കിൽ കാണാനായിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 150 രൂപയൊക്കെ റേഞ്ചാണ് അബിയൂനാണെങ്കിൽ വരുന്നുള്ളൂ. എല്ലാവർക്കും കൃഷിഭൂമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നേക്കണത് നാഷണൽ റോസ് ഗാർഡൻ്റെ ഒരു ഔട്ട്ലെറ്റിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഗീവ് അവേ ആണെങ്കിലുണ്ട്. അപ്പോൾ ഈ ഒരു ഗീവ് അവേ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റൂൾസാണ് നമുക്ക് വരുന്നത്. നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബട്ടർ കപ്പ് പ്ലാന്റാണ്, ബോഗൺവില്ലയുടെ ഹൈബ്രിഡ് ഗ്രാഫ്റ്റ് പ്ലാന്റാണ് നിങ്ങൾക്കാണെങ്കിൽ തരുന്നത്. നമുക്കറിയാം പുറമേക്കാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ആണെങ്കിൽ ഹൈബ്രിഡ് പ്ലാന്റുകൾക്കാണെങ്കിലും ഉണ്ട്. നമ്മളോട് ഒരുപാട് പേരാണെങ്കിൽ പറഞ്ഞിരുന്നു നമുക്ക് ഹൈബ്രിഡ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അതായത് കയ്യിലാണെങ്കിൽ എമൗണ്ട് ഇല്ല എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇനി മുതലാണെന്നുണ്ടെങ്കിൽ ഓരോ മാസത്തിലും നമുക്കാണെങ്കിൽ നമ്മുടെ ചാനലിനകത്ത് സ്ഥിരമായി കമൻറ്റ്, അതായത് വീഡിയോ കണ്ട് കമൻറ്റ് അടിക്കുന്നവരിൽ നിന്നും ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഗിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഹൈബ്രിഡ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന രീതിയിലോട്ട് കൊണ്ടുവരാം. ഈ ഒരു വീഡിയോയിൽ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വളരെ സിമ്പിൾ റൂളാണ്, അതൊന്ന് പറയാം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സൈഡിൽ കാണുന്ന ബെല്ലൈക്കനൊന്ന് എനാബിൾ ചെയ്ത് വയ്ക്കണം. ഈ ഒരു വീഡിയോ 2 ഫ്രണ്ട്സിനാണെങ്കിൽ നിങ്ങളാണെങ്കിൽ ഷെയർ ചെയ്യണം, വാട്സപ്പ് ത്രൂവോ എങ്ങനെ ഷെയർ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതുപോലെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെയാണെങ്കിൽ ഒരു കമൻ്റ് ആണെങ്കിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് പിക്കർ വഴി ഈ ഒരു വീഡിയോ 10,000 വ്യൂവേഴ്സ് ആകുമ്പോൾ നമ്മളാണെങ്കിൽ കമൻറ്റ് പിക്കർ വഴി ചൂസ് ചെയ്തിട്ട് ആ ഒരു വിന്നറിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടർ കപ്പിൻ്റെ ബോഗൺവില്ല ഹൈബ്രിഡ് ഗ്രാഫ്റ്റ് പ്ലാന്റ് ആണെങ്കിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ഓഫറാണ്, നിങ്ങളെ സംബന്ധിച്ച് വളരെ സിമ്പിൾ റൂളാണുള്ളൂ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വയ്ക്കണം. ഒരു 2 ഫ്രണ്ട്സിനാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ആ ഒരു ഫ്രണ്ട്സിനെ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും ആ ഒരു ഫ്രണ്ട്സിനാണെങ്കിലും ഇതിനകത്തോട്ട് പങ്കെടുക്കാനുള്ളൊരു അവസരം കൂടി ലഭിക്കുകയാണ്. പിന്നെ നിങ്ങൾ സ്ഥിരമായി നമ്മുടെ ചാനൽ കാണുന്നവരിൽ നിന്നും നമ്മൾ ഓരോ മന്തിലും നമ്മൾ കമൻറ്റ് പിക്കർ വഴി ചൂസ് ചെയ്തുകൊണ്ട് ഒരു വിന്നറിനാണെങ്കിൽ നമുക്ക് പ്ലാൻസുകളാണെങ്കിൽ കൊടുക്കാം. അത് നല്ല അടിപൊളി പ്ലാൻസുകളായിരിക്കും. അങ്ങനെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് നേരെ പോവാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത്. അപ്പോൾ നമ്മൾ ഗീവ് അവേയുടെ കാര്യമാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പും കൂടി ആണെങ്കിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും കൂടി ഒന്ന് ജോയിൻ ചെയ്തേക്കാം. കാരണം നമ്മൾ ഈ ഒരു ഇൻഫോർമേഷൻസ്, അതായത് ഗീവ് അവേയുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ അതിനകത്തേക്കായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. അതുപോലെ നമ്മൾ ഓൺലൈനായിട്ടാണെങ്കിലും നമ്മൾ പ്ലാൻസ് ആണെങ്കിൽ സെല്ലിംഗ് ആണെങ്കിലും ചെയ്യുന്നുണ്ട്, നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിനകത്തോട്ട് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. വളരെ ചെറിയ റേറ്റിലാണ് നമ്മളാണെങ്കിൽ ചെയ്യണേ. അപ്പോൾ എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ കമൻറ്റ് പിക്കർ വഴി എടുക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിലായിരിക്കും ഇൻഫോം ആണെങ്കിൽ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് നമ്മൾ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും, അതിനകത്തേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ചേട്ടനാണെങ്കിൽ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ മാവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാങ്ങകളാണെങ്കിൽ ഇപ്പോൾ നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നാഷണൽ റോസ് ഗാർഡനെ നമ്മൾ പറയുമ്പോൾ മാവാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് പറയാനായിട്ടുള്ളത്. ഇവിടുത്തെ മാവുകളിലൊക്കെ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് എടുക്കുന്ന പ്ലാന്റുകളാണ് ഇവിടെ ആണെങ്കിൽ സെല്ലിംഗ് ആണെങ്കിൽ കൂടുതലും വരുന്നത്. നമുക്ക് ആദ്യം ഇവിടുത്തെ മാവിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കാം, കാരണം ഉണ്ടായി നിൽക്കുന്ന ഒരുപാട് മാവുകളാണെങ്കിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. നോക്കുമ്പോൾ കാണാനായിട്ടുള്ള സൂപ്പർ ക്യൂൻ എന്ന് പറഞ്ഞിട്ടുള്ള മാവാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു മാങ്ങയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കിലോയുടെ മുകളിലേക്കാണെങ്കിൽ വെയിറ്റ് ആണെങ്കിൽ വരും. നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കും നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാവൊക്കെ ആണെങ്കിൽ കായ്ക്കോ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഇവിടെ ഉണ്ടായി നിൽക്കുന്നത്. വേറെ പ്ലാന്റ്സുകളും ഉണ്ട് കേട്ടോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ. നമുക്ക് അതിനകത്തേക്ക് ഒന്ന് പോവാം. ബനാന മാംഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാംഗോയിലായിട്ടാണെങ്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്നത് ഇവിടെ മാംഗോ ആണെങ്കിൽ ഉണ്ടായി നിൽക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഇതിൻ്റെ ഒരു ഗ്രാഫ്റ്റും ഈ ഒരു പ്ലാന്റും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ മാംഗോസൊക്കെ ആണെങ്കിൽ നോക്കി നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു നഴ്സറി ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു മാംഗോയുടെ ആണെങ്കിൽ ഷേപ്പ് നമ്മൾ നോക്കിയാൽ മതി. ഒരു പഴത്തിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഷേപ്പാണ് ഈ ഒരു മാംഗോയ്ക്ക് ആണെങ്കിൽ വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബനാന മാംഗോ എന്നാണെന്നുണ്ടെങ്കിൽ വിശേഷിക്കപ്പെടുന്നത്. ഒരു വെറൈറ്റി ഇത് സീഡ് പ്രിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മാംഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വലിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ നല്ല വലിപ്പാണെന്നുണ്ടെങ്കിൽ വരട്ടെ ഈ ഒരു മാംഗോ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സീഡ് പ്രിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മാംഗോ ആണ്. നെക്സ്റ്റ് ഒരു വെറൈറ്റിയിലോട്ടാണെങ്കിൽ വന്നാൽ കേട്ടോ. അപ്പോൾ ഈ ഒരു മാംഗോ എന്ന് പറയുന്നത് പർപ്പിൾ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. അപ്പോൾ ഇത് ചുവന്നിട്ടാണെങ്കിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഇത് നമ്മൾ പഴുപ്പിലോട്ടാണെങ്കിൽ വരുമ്പോൾ ഈ ഒരു കളറിലോട്ടാണെങ്കിൽ മാറും. ഇതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് തോന്നുന്നു ചോപ്പായിട്ടുള്ള കളറിലോട്ട് മാറിയിട്ടുള്ളത്.
അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നല്ല വലിപ്പാണെങ്കിലുണ്ട്, നമുക്ക് ഒരുപാട് മാംഗോസ് ആണെങ്കിൽ കാണാനായിട്ട് പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാലാണെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആണെങ്കിൽ നോക്കാൻ പോകട്ടോ. ഈ ഒരു മാംഗോ എന്ന് പറയുന്നത് ആരോമ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി കേട്ടോ. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ടാണെങ്കിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഇതേമാതിരത്തെ ചട്ടിയിലൊക്കെയാണ് ഇത് വെച്ചേക്കുന്നത്. ഇപ്പോൾ നമുക്ക് സ്ഥലമില്ലാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചാലും മാംഗോസ് ആണെങ്കിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ആരോമ എന്ന് പറഞ്ഞിട്ടുള്ള മാംഗോ ഒരു വെറൈറ്റിയിലാണെങ്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൊട്ടോവ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവർ ഇവിടുന്ന് ചെയ്തെടുക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് ഇവിടെ സെല്ലിങ് ആണെന്നുണ്ടെങ്കിലും പോകുന്നത്. അത് നമുക്കിവിടെ നോക്കുമ്പോഴാണ് കാണാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ ഉണ്ടായി നിൽക്കുന്ന മൊട്ടോവയുടെ പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. വലിയൊരു പ്ലാന്റ് ആട്ടോ അതാണെങ്കിൽ. 4 സീസൺ ലോങ്ങിനാണെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇതിൻ്റെ മെയിലൊക്കെ ആണെങ്കിൽ അപ്രോച്ച് ഗ്രാഫ്റ്റ് ആണെങ്കിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവർ പ്ലാന്റ് ആണെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് മേടിക്കുന്ന പ്ലാന്റുകൾക്കാണെങ്കിൽ നല്ല ക്വാളിറ്റി പ്ലാന്റുകളായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മേലിൽ അപ്രോച്ച് ഗ്രാഫ്റ്റ് ആണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വന്നേക്കുന്നത് ബ്ലാക്ക് സപ്പോട്ട പ്ലാന്റിൻ്റെ എടുത്താട്ടാ. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് ഉണ്ടായി നിൽക്കുന്നതാണെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ബ്ലാക്ക് സപ്പോട്ട ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്ലാന്റ് ആണ്. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വീട്ടിലോട്ടൊക്കെ വെക്കാം. അല്ലേ അബിയൂൻ്റെ ആണെങ്കിൽ പ്ലാന്റുകളാണെങ്കിൽ ഇരിക്കുന്നതാണെങ്കിൽ കാണാനായിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 150 രൂപയൊക്കെ റേഞ്ചാണ് അബിയൂനാണെങ്കിൽ വരുന്നുള്ളൂ. നിങ്ങൾ വീട്ടിലൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ട് വെക്കേണ്ട ഒരു പ്ലാന്റ് ആണ് അബിയു ആണെന്നുണ്ടെങ്കിൽ. കാരണം അടിപൊളിയാണ്, അത്യാവശ്യം ടേസ്റ്റും അതേപോലെ തന്നെ നല്ലൊരു ഫ്രൂട്ടാണ് അബിയു. അപ്പോൾ 150 രൂപയ്ക്കാണ് നമുക്ക് റേറ്റ് ആണെങ്കിൽ. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് കിങ് കോങ് ചാമ്പ്യാണ്. അപ്പോൾ ഇവിടേക്കാണെങ്കിലും ഒരുപാട് ഉണ്ടായിട്ടാണെങ്കിലും നിൽക്കുന്നുണ്ട്, പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം പഴുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യണം ഈ ഒരു ചാമ്പ്യാണെങ്കിൽ. ടേസ്റ്റ് ആയിട്ടുള്ള ചാമ്പ്യാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്കാണെങ്കിൽ ഒരുപാട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. റേറ്റിലാണെങ്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മാമി സപ്പോർട്ടയാണ്. അപ്പോൾ ഇതുമ്മേക്കാണെങ്കിൽ ഒരുപാട് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവരാണെങ്കിൽ ഇത് നെറ്റാണെങ്കിൽ ഇട്ടിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ കിളികളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകും. ഇപ്പോൾ മാമി സപ്പോർട്ടയുടെ ആണെങ്കിൽ പ്ലാന്റുകളും ഇവിടെയൊക്കെ ആണെങ്കിൽ അവൈലബിൾ ആണ്. ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചക്കയാട്ടോ, മിനി ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചക്കയാണ്. അപ്പോൾ ഇവിടെ ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു വെറൈറ്റി സ്റ്റൈലാണ് ഇതിൻ്റെ ഒരു പുറം ഭാഗത്തേക്കാണെങ്കിൽ വരുന്നത്. അപ്പോൾ മിനി ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ഇപ്പോൾ ഒരു ഇതുമ്മേ അപ്രോച്ച് ഗ്രാഫ്റ്റൊക്കെ ചെയ്ത് വെച്ചേക്കണതാണെങ്കിൽ നമുക്ക് കാണാനായിട്ടാണെങ്കിൽ സാധിക്കും. ഇതാണെങ്കിൽ യുവാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാങ്ങയാട്ടാ, യുവാൻ എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുമ്മയാണെങ്കിലും അതെ ഒരുപാട് ഉണ്ടായി നിൽക്കുന്നതാണെങ്കിൽ കാണാൻ പറ്റും. ഇത് നമുക്ക് ഇവിടുത്തെ പ്ലാന്റുകളുടെ ആണെങ്കിൽ ഒരു റേറ്റ് വിവരങ്ങളാണെങ്കിൽ നോക്കാം ഏകദേശം ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് അമർപാലി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ 200 റുപ്പീസാണ് നമുക്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇപ്പുറത്ത് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അൽഫോൺസയുടെ ആണെങ്കിൽ ചെടികളാണെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അൽഫോൺസയുടെ ചെടികളാണെന്നുണ്ടെങ്കിലും നമുക്ക് 200 റുപ്പീസാണ് ഇവിടെ ആണെങ്കിൽ വരുന്നത്. അൽഫോൺസയുടെ ആണെങ്കിൽ ഇത്രയും പോകുന്ന പ്ലാന്റുകളാട്ടോ, അത്യാവശ്യം വലുപ്പമാണെങ്കിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സീസറിൻ്റെ പ്ലാന്റ് ആണ്. ഇത് റംബൂട്ടാനാണ്. അപ്പോൾ ഇവിടെ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 650 രൂപയാണ് ഇത്രയും പോകുന്ന പ്ലാന്റുകൾക്കാണെന്നുണ്ടെങ്കിൽ വരുന്ന ഒരു റേറ്റ്. അതിൻ്റെ അപ്പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ ദസരി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് നമുക്ക് കാണാനായിട്ടുണ്ട്. നമുക്ക് ഇത്രയും പോകുന്ന പ്ലാന്റുകളാണെങ്കിൽ ഏകദേശം ഒരു 200 റുപ്പീസിനാണ് നമുക്ക് ഇവിടെ നിന്നും എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഒക്കെ അടിപൊളി പ്ലാന്റുകളാണ്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും പോകുന്ന പ്ലാന്റുകളാണെന്നുണ്ടെങ്കിൽ 200 റുപ്പീസിനാണ് നമുക്ക് ഇവിടെ നിന്നാണെങ്കിൽ കിട്ടുക. അപ്പോൾ നമുക്ക് എളുപ്പമല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലുപ്പമാണെങ്കിലുണ്ട്. കടവണ്ണൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. നമുക്ക് 200 റുപ്പീസിനൊക്കെയാണ് കിട്ടണത്. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിച്ചു, ഒരുപാട് പ്ലാന്റ്സിലാണെന്നുണ്ടെങ്കിൽ മാവിൻ്റെ അകത്താണെങ്കിൽ മാംഗോസ് ആണെങ്കിൽ ഉണ്ടായി നിൽക്കുന്നതാണെങ്കിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കുന്ന പ്ലാന്റുകളാണ്. ആക്ച്വലി നല്ലൊരു റേറ്റ് ആണ്. 200 റുപ്പീസിനൊക്കെ നമുക്ക് അടിപൊളി പ്ലാന്റ് ആണെങ്കിൽ കിട്ടും. അപ്പോൾ നമ്മൾ കയ്യിലോട്ടാണെങ്കിൽ ബംഗനാപ്പള്ളിയുടെ ആണെങ്കിൽ മാംഗോയുടെ ആണെന്നുണ്ടെങ്കിൽ ചെടിയാണെങ്കിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 250 രൂപയാണ്. അതും പൂത്ത് നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ 250 രൂപയ്ക്കാണ് ഇവരാണെങ്കിൽ കൊടുക്കുന്നത്. ഇവിടെ ഒരുപാട് സ്റ്റോക്ക് ആണെങ്കിൽ ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആകെ നമുക്ക് 250 രൂപയാണ് വരുന്നുള്ളൂ. അപ്പോൾ മാംഗോയുടെ ഓപ്ഷനിൽ ഞാൻ പറഞ്ഞു അടിപൊളി ഒരു ഓപ്ഷനാണ് ഈ ഒരു നഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വെറൈറ്റിയിലാണെങ്കിൽ വന്നിട്ടുണ്ട്. ഇത് ആപ്പിൾ റുമാനിയ എന്ന് പറഞ്ഞിട്ടുള്ള മാംഗോയുടെ ആണെന്നുണ്ടെങ്കിൽ പ്ലാന്റുകളാണ്. ഇപ്പോൾ ഇതിന് ഏകദേശം ഒരു 450 രൂപയാണ് വരുന്നത്. നല്ല കടവണ്ണാണെങ്കിൽ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ്. നമുക്ക് 450 റുപ്പീസാണ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വരുന്നത്. റംബൂട്ടാൻ്റെ ആണെങ്കിൽ E35 ആണെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 650 രൂപയാണ് പ്ലാന്റിനാണെങ്കിൽ റേറ്റ് ആണെങ്കിൽ വരുന്നത്. E35ൻ്റെ നല്ല അടിപൊളി തൈകളാണെങ്കിൽ ഇരിക്കുന്നുണ്ട്. അത് നമ്മൾ N18 എത്തിയിട്ടുണ്ട്. റംബൂട്ടാൻ്റെ ആണെങ്കിൽ N80 പ്ലാന്റുകൾ ഒരുപാട് പേര് നോക്കി നിൽക്കുന്ന ഒരു പ്ലാന്റാണ്, ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ് N80. അപ്പോൾ N18 ആണെങ്കിൽ അത്യാവശ്യം വലിയ പ്ലാന്റുകളാണെന്നുണ്ടെങ്കിൽ 650 രൂപയാണ് ഇവിടെ വരുന്ന ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ 650 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ ഒലോസോപ്പയുടെ പ്ലാന്റുകളായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൽ ഞാൻ നോക്കുമ്പോഴേ ഒരു ഒലോസോപ്പയിലാണെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്ര മാത്രം വലുപ്പമല്ല കേട്ടോ, കുറച്ചുകൂടി വലുപ്പമാണെങ്കിൽ ഇത് വരും. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പോകുന്ന പ്ലാന്റുകൾക്കാണെന്നുണ്ടെങ്കിൽ 350 റുപ്പീസാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. 350 രൂപയ്ക്കാണ് ഒലോസോപ്പയുടെ പ്ലാന്റുകളാണെങ്കിൽ ഇത്രയും പോകുന്ന പ്ലാന്റുകൾ കിട്ടുന്നത്. മാനില ടെന്നീസ് ബോൾ ചെറിയാണെങ്കിൽ കാണുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മദർ പ്ലാന്റ് ആണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഉണ്ട്. അതിൽ തന്നെയാണ് പോയി ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 200 രൂപയാണ് പ്ലാന്റുകൾക്കാണെങ്കിൽ വരുന്ന ഒരു ചാർജ്. ഇവിടെയാണെങ്കിൽ കുറേ പ്ലാന്റുകളാണെങ്കിൽ ഇരിക്കുന്നത്.
സീഡ്ലെസ് ലെമൺ ആണെങ്കിൽ നമുക്ക് കാണാനായിട്ടുണ്ട്. ഈ സീഡ്ലെസ് ലെമൺ ആണെങ്കിൽ 100 റുപ്പീസാണ് വരുന്നത്, അതായത് 100 രൂപയാണ് നമുക്ക് സീഡ്ലെസ് ലെമൺ ആണെങ്കിൽ ഇവിടെ വരുന്നത്. അപ്പോൾ സീഡ്ലെസ് ലെമൻ്റെ ആണെങ്കിലും കുറേ പ്ലാന്റുകളാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നതാണെങ്കിൽ നമുക്ക് കാണാനായിട്ട്. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള കാലപ്പാടിയിലാണെന്നുണ്ടെങ്കിൽ പൂത്ത് നിൽക്കുന്ന മാംഗോസ് ആണെങ്കിൽ, അതായത് മാംഗോ ട്രീസ് ആണെങ്കിൽ നമുക്ക് കാണുന്നുണ്ട്. പ്ലാന്റുകളാണെന്നുണ്ടെങ്കിൽ ഇതിനാണെന്നുണ്ടെങ്കിൽ 650 രൂപയാണ് നമുക്ക് ഇവിടെ ആണെങ്കിൽ വരുന്ന ഒരു ചാർജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ കുളമ്പിൻ്റെ ആണെങ്കിൽ തൈകളാണെങ്കിൽ കാണുന്നുണ്ട്. കുളമ്പിനാണെങ്കിൽ 400 രൂപയാണ് ഇത്രയും പോകുന്ന വലിപ്പമുള്ള പ്ലാന്റുകൾക്കാണെന്നുണ്ടെങ്കിൽ റേറ്റ് ആണെങ്കിൽ വരുന്നത്. കാലപ്പാടിയിലാണെങ്കിൽ ചെറിയ പ്ലാന്റുകളാണെങ്കിലും ഉണ്ട് കേട്ടോ. ഇതും വേണമെന്നുണ്ടെങ്കിലും കാഴ്ച നിൽക്കുന്നുണ്ട്. നമുക്കിവിടെ 300 റുപ്പീസാണ് ചെറിയ പ്ലാന്റുകൾക്കാണെങ്കിൽ റേറ്റ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലാന്റുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. സൂപ്പർ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള മാംഗോഡ് ആണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് ആട്ടോ. നമുക്കിവിടെ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 400 റുപ്പീസാണ് നമുക്ക് റേറ്റ് ആണെങ്കിൽ വരുന്നത്. ഇതൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ടാണെങ്കിൽ പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം. കാരണം അടിപൊളിയായിട്ടാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്നുണ്ട്. 400 രൂപയാണ് നമുക്ക് റേറ്റ് ആണെങ്കിൽ വരുന്നത്. വിയറ്റ്നാം എയർലൈനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്നുണ്ട് ജാക്ക് ഫ്രൂട്ടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പ്ലാന്റുകൾ. അപ്പോൾ ഇതിനാണെങ്കിൽ 100 റുപ്പീസാണ് നമുക്കിവിടെ വരുന്നത്. 100 രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാന്റുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. വിയറ്റ്നാം സൂപ്പർ എയർലൈനാണെങ്കിൽ കുറച്ചുകൂടി വലിയ പ്ലാന്റുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ വലിയ പ്ലാന്റുകൾക്കാണെന്നുണ്ടെങ്കിൽ 500 റുപ്പീസ്, അതുപോലെ തന്നെ 400 റുപ്പീസ്, 200 റുപ്പീസ് ആ ഒരു ലെവലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റുകളാണെങ്കിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം വലുപ്പമാണെന്നുണ്ടെങ്കിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റുകൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ജബോട്ടിക്ക പാടാണെങ്കിൽ റെഡ് ഹൈബ്രിഡിൻ്റെ പ്ലാന്റുകളാട്ടോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 250 രൂപയാണ് നമുക്ക് റേറ്റ് ആണെങ്കിൽ വരുന്നത്. ജബോട്ടിക്ക പാടാണെങ്കിൽ പ്ലാന്റ്സുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൽ റെഡ് ഹൈബ്രിഡ് മോഡലാണ്. ഇത് 250, 650, 1000 ആ റേഞ്ചിലായിട്ടാണ് പോണത്. ഇപ്പോൾ ഇവിടെ അവർ തട്ടായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ആണെങ്കിൽ ചെയ്തത് നമ്മുടെ തേറമ്പത്തുള്ള, അതായത് മാടക്കത്ര തേറമ്പത്തുള്ള നാഷണൽ റോസ് ഗാർഡൻ്റെ ഔട്ട്ലെറ്റ് വീഡിയോ ആണ് നമ്മളാണെങ്കിൽ ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരുപാട് നമുക്ക് മാവിലാണെന്നുണ്ടെങ്കിൽ മാംഗോസ് ആണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്തതാണെങ്കിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം ഇവിടുത്തെ ഒരു പ്ലാന്റ്സിൻ്റെ ആണെങ്കിൽ റേറ്റ് വിവരങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമുക്കാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ഗീവ് അവേ വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പങ്കെടുക്കുക. ഈ ഒരു വീഡിയോക്കകത്താണെങ്കിൽ ഒരു ഗീവ് അവേ ആണെങ്കിൽ ഉണ്ട്. അതുപോലെ നമുക്ക് തുടർന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഓരോ മന്തിലും നമുക്ക് ഓരോ ഗീവ് അവേ സംഘടിപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പോകാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് നിങ്ങൾക്ക് മാക്സിമം നമുക്കാണെങ്കിൽ തരിക. നമുക്ക് തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോയിൽ കാണാം.